ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ബോട്ടിൽ ആർട്ടല്ല. അതിന് വേണ്ടി നമുക്കൊരു ബോട്ടിൽ വേണം. ഇതുപോലെ ചെറിയ ലൈൻസ് കണ്ടോ, ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതുപോലെ ചെറിയ കട്ടിങ് ഉള്ളതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഫെവിക്കോൾ വേണം, നമുക്ക് ആക്രിലിക് പെയിൻറ്റ്സ് വേണം. പിന്നെ അത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഫെവി ബോണ്ട്, കട്ട് ചെയ്യാനായിട്ട് നൈഫ്, ഇങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ പെയിൻറ്റ് ചെയ്യാൻ ബ്രഷസ്, പിന്നെ ഡെക്കറേഷന് വേണ്ടി 3D ഔട്ട്ലൈന്, ഇതുപോലത്തെ ചെറിയ ക്രിസ്റ്റൽസോ മിറേഴ്സോ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഇതുപോലത്തെ ചെറിയ ബീഡ്സ് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഇതാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് കട്ടിങ് പ്രോസസ്സിലേക്ക് പോവാം. ഇത് ഞാൻ ഈ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ മുറിച്ചെടുക്കണം. നമ്മുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് വേണം. കുറച്ച് ഹാർഡാണ് എങ്കിലും കുറച്ച് പ്രഷർ കൊടുത്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സെപ്പറേറ്റഡ് ആയിട്ട് എടുക്കണം. സെപ്പറേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു അണീവനായിട്ടുള്ള സർഫസ് കിട്ടുന്നത്, അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാക്കി ആ ഭാഗങ്ങൾ കൂടെ നമുക്കതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അതിപ്പോൾ അണീവനായിട്ടായിരിക്കുന്നത്. ഇനി നമുക്കതും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊരു സിംഗിൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പീസാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുറിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതെന്തായെന്നും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത് തന്നെ ബാംഗിൾസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനി ഞാൻ ഈ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. നമുക്ക് ക്രിസ്റ്റൽസിൻ്റെ പകരം നമുക്ക് മിറേഴ്സും യൂസ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഓരോ ആൾക്കാരുടെ ചോയ്സ് അനുസരിച്ച്. ഇപ്പം ഞാനിത് ക്രിസ്റ്റൽ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഡ്രൈ ആകാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഞാൻ സെക്കൻഡ് പീസ് എടുത്തു. അതിലേക്ക് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്താണ് കൊടുക്കുന്നത്. ബ്ലാക്കിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പം ബ്ലാക്ക് സെലക്ട് ചെയ്തെന്നു മാത്രം. ഇപ്പം ഞാനത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ കോട്ട് മതിയാവും. അത് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വെക്കണം. ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഡ്രൈ ചെയ്യാൻ വെച്ച ആ ക്രിസ്റ്റൽ ഒട്ടിച്ച ആ ഒരു ബാങ്കിൻ്റെ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. ഞാനത് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. പശ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്ലാക്ക് കളർ ബീഡ്സ് അതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഫെവി ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മുടെ ആ ക്രിസ്റ്റലിൻ്റെ ആ ഒരു ഷൈനിങ് ലുക്കിന് ഒരു വ്യത്യാസം വന്നു. ക്രിസ്റ്റലായിട്ട് പോലെ അതിൻ്റെ അകത്ത് വേറൊരു പാറ്റേൺ വന്നു. എനിക്ക് തോന്നുന്നു ആ പശയുടെ ആ ഒരു സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഏകദേശം അത് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഫുൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒന്ന് നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ചെറിയ ഗ്യാപ്സൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് വളയിലിട്ട് കിടക്കാം. ഇനി ഞാൻ ഈ ബ്ലാക്ക് കോട്ടിങ് അടിച്ചു കൊടുത്തത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേൺ വരച്ചു കൊടുക്കാനാണ്. ഇതിൽ നമുക്ക് ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ റെഡ് വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് പോലെ ചെയ്യാണ്. ഞാനിപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഫ്ലവേഴ്സ് വരയ്ക്കുന്നത്. ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ചെറിയ ലീവ്സിൻ്റെ കൂടെ വരയ്ക്കാൻ വേണ്ടിയുള്ള ഗ്യാപ്പാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് വേണ്ട ഫ്ലവേഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ട് ഒരു ചെറിയ ഡോട്ട്സ് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രീൻ ലീവ്സും കൂടെ വരച്ചു കൊടുക്കാം. ഗ്രീൻ ലീവ്സും അതിൻ്റെ ചെറിയൊരു സ്റ്റെം പോർഷനും കൂടെ വരച്ചു കൊടുക്കുവാണ്. നമ്മുടെ ഫ്ലോറൽ ഡിസൈൻ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? ഇതുപോലെ നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കളർ കോമ്പിനേഷൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ചെയ്തൊരു വളയില്ലേ, ഇതാണത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻസും
കളേഴ്സും മാറ്റി കൊടുത്ത് നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഇതാണ് നമ്മൾ ചെയ്ത 2 വള. ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ. ഒരു കുപ്പിയിൽ നിന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് ഈ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ.